അത് തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്യാണ്. അപ്പോൾ ഓയിൽ ഓൾമോസ്റ്റ് ചൂടായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫിഷ് വേണമെങ്കിൽ അതിലേക്ക് ഇടാം. സോസിന് വേണ്ടി കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ്. ഒരു ചില്ലി ഹോട്ട് ഗാർലിക് സോസ് പോലെ ചെയ്യാം. ബിറ്റ് ഓഫ് ജിഞ്ചർ, ഫ്രഷ് ചില്ലി. ഫിഷ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓയിലാണ്, ഓയിൽ ഹീറ്റായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഫിഷ് നമുക്ക് ഇടാം. ഒരു ഗോൾഡൻ ബ്രൗൺ, ലൈറ്റ് ടു മീഡിയം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അത്യാവശ്യം ക്രിസ്പി ആയിരിക്കും, സെൻറ്റർ വെച്ച് സോഫ്റ്റ് ആയിരിക്കും. സോസിനുള്ള പാതി വഴി ആയിട്ടുണ്ട്. സോസിനുള്ളത് നമ്മൾ ഗാർലിക്, ജിഞ്ചർ തുടങ്ങിയ സാധനങ്ങൾ ആഡ് ചെയ്ത് ഓൾറെഡി അതിൽ കുറച്ച് ഫ്രഷ് ചില്ലീസ് ഇട്ടു. ലേശം ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാൻ. സോസ് റെഡിയാണ്, ഓഫ് ചെയ്യാം. നമുക്ക് ലേശം സ്പ്രിംഗ് ഓണിയൻ വേണ്ട സോസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ്. അത് ഓഫ് ചെയ്യാം. അത് ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ചെറിയ സോസ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് ഫിഷ് കേക്ക് വളരെ ഔട്ടർ നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. നമ്മുടെ എഗ്ഗൊക്കെ ആഡ് ചെയ്യുന്നത് നല്ല ഫ്ലഫിയാണ്. കുറച്ച് ബ്രെഡ് ക്രംബൊക്കെ ആഡ് ചെയ്യപ്പം നമ്മൾ വിചാരിച്ച് എന്തിനായിരുന്നല്ലേ ബ്രെഡ് ക്രംബ് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് കട്ട്ലേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ചിക്കൻ ബർഗർ ചെയ്യുമ്പോൾ അതിൻ്റെ പാറ്റിക്ക് ഒരു സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സോക്ക് ചെയ്യാം മിൽക്കിൽ. എന്നിട്ട് അത് ഈ മിൻസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാറ്റി നല്ല സോഫ്റ്റ് ആയിരിക്കും. സാധാരണ മീറ്റ് മാത്രം നമ്മൾ ഇടുമ്പോഴത്തേക്കും മീറ്റ് കൂക്കാകുമ്പോൾ ഫൈബർ എല്ലാം കൂടെ തിക്കൻ ചെയ്ത് ഭയങ്കര ലംബി ആയിട്ട്. ബ്രെഡ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും. പിന്നെ ചിക്കൻ നഗറ്റ്സ് ആയിക്കോട്ടെ, ബർഗർ ആയിക്കോട്ടെ, എന്ത് മിൻസ് ഉണ്ടെങ്കിലും നമ്മളതിൽ കുറച്ച് ബ്രെഡ് ആഡ് ചെയ്യും. ഫ്രഷ് ബ്രെഡ് ക്രംസ്. വെജിറ്റബിൾ ഓൾറെഡി റെഡിയാണ്. ബ്രോക്കലി ആയിരുന്നു നമ്മുടെ ബ്രോക്കലി ആൻഡ് ആപ്പിൾ. അതിൽ ചെറിയ നമ്മൾ തൈമിൻ്റെ ഫ്ലേവറിങ് കൊടുത്തായിരുന്നു. ഒപ്പം ഓണിയൻസും ഗാർലിക്കൊക്കെ ഇട്ട് സെലറിയൊക്കെ ഇട്ട് സീസൺ ചെയ്തായിരുന്നു. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇഫ് യു വോണ്ട് ടു ആഡ് ക്രീം ആഡ് ചെയ്യാം. പക്ഷേ ഇത് ഹെൽത്തി ആണ്ട് ക്രീമിന് അധികം ആഡ് ചെയ്തതിൻ്റെ കാലറി ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യാം. പക്ഷേ ഇത് കാലറി ഒക്കെ നമുക്ക് കൺസ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പാസ്ത സാലഡ് റെഡിയാണ്. ഫെസ്റ്റീവ് പാസ്ത സാലഡ്. പെന്നെ പാസ്ത ഉണ്ടായാലും അത്യാവശ്യം വെജിറ്റബിൾസും ലെറ്റ്യൂസും ഒക്കെ ഉണ്ട്. ഒപ്പം ഇവിടുത്തെ ഹോം മെയ്ഡ് വൈൻ ഉപയോഗിച്ച് ചെയ്ത ചിക്കൻ ഗ്രില്ല് ചെയ്തതാണ്. നിങ്ങളുടെ ഇവിടുത്തെ സാധനങ്ങൾ, ഇവിടുത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ ഹെൽപ്പും. സോ ഫുഡ് ടു സീയിൽ ഇതാണ് ഒരു ഫെസ്റ്റീവ് വീക്കിലേക്ക് വേണ്ടി പറ്റിയൊരു ഒരു വീട് കിട്ടിയതും ഒരു നല്ലൊരു ഫാമിലിയെ കിട്ടിയതും വി ആർ ഓൾസോ ഹാപ്പി. ആപ്പിൾ ബ്രോക്കലി സെലറി സൂപ്പാണ്. അപ്പം ആപ്പറ്റൈസറായിട്ട് ഫിഷ് കേക്ക് ഉണ്ട്, പിന്നെ സാലഡും ഉണ്ട്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഹോം മെയ്ഡ് വൈൻ ഉപയോഗിച്ച് മാരിനേറ്റ് ചെയ്ത ചിക്കൻ സാലഡാണ്. ഹോം മെയ്ഡ് വൈൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാ ചിക്കനിലുണ്ട്. പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രോക്കലി സൂപ്പാണ്. ഈസി ടു മേക്ക്. ഞങ്ങൾ അധികം സമയമൊന്നും വേണ്ടി എടുത്തില്ല, ജസ്റ്റ് ബോയിൽ ചെയ്ത് ഫ്യൂരിയായിട്ട് എടുത്തു. പിന്നെ ഒരു ഫിഷ് കേക്ക് വളരെ ലൈറ്റാണ് ഫ്ലേവർ. മാം പറഞ്ഞു ചൈനീസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, എല്ലാവരും കഴിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചൈനീസ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മൾ ശരി നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാം. ഫിഷ് ഇരിപ്പുണ്ട്. ഇപ്പോൾ ചിക്കനാണ് എല്ലാവരും ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ ഫിഷ് ഉപയോഗിച്ചൊരു ഫിഷ് കേക്ക് മാറി, ഓറിയൻ്റൽ സ്റ്റൈൽ ഫിഷ് കേക്ക് മാറി. So you can start with the soup and then enjoy the meal.
സോസിൻ്റെ ഒരു സ്പൈസി ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഫിഷ് വളരെ ന്യൂട്രൽ ആയിരുന്നു. ബേസിക്കലി ഫിഷ് അധികം ഓവർ പവറിങ് സ്പൈസസ് ഒന്നും ഇല്ലായിരുന്നു, നോർമൽ സ്പൈസസ് ഉള്ളായിരുന്നു. ചൂടോടെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഡിഫറെൻ്റ് ആണ്. ഈ ഒരുപാട് സ്പൈസികൾ തോന്നുന്നില്ല. അപ്പോൾ ഈ പാസ്ത സാലഡ് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു മെയിൻ എന്താണ് പറഞ്ഞാൽ ഒരു ഫുൾ മീൽ എഫക്റ്റാണ് ആക്ച്വലി. ചിക്കൻ ഉണ്ട് നമ്മളിൽ ഇവിടുത്തെ റോസ്റ്റ് ചെയ്ത ചിക്കനുണ്ട്. ക്രിസ്മസ് സീസണിൽ മിസ്റ്റർ ജോജിയുടെയും വീട്ടിൽ നമുക്ക് വരാൻ പറ്റിയ ഒരു ഫാമിലി ആയിട്ടൊരു ഗെറ്റ് ടുഗദർ കുക്കിംഗ് ചെയ്യാൻ പറ്റി തന്നെ ഒരു വലിയൊരു കാര്യമായിരുന്നു. ഫെസ്റ്റീവ് ടേസ്റ്റുമായിട്ടൊരു ക്രിസ്മസ് സീസൺ തുടരുകയാണ്. ഫുഡ് ടു സീ യു എന്ന പ്രോഗ്രാം എപ്പോഴും കാണാറുണ്ട്. ഇത്രയും ടേസ്റ്റി ആയിട്ട് ഷെഫ് നമുക്ക് 5 സ്റ്റാർ ഫുഡ് തന്നെ ഉണ്ടാക്കിയതിന് വളരെയധികം താങ്ക് യു സോ മച്ച്. വെറൈറ്റി ഫുഡായിരുന്നു. പാസ്ത, ഫിഷ് കേക്ക് ആണെങ്കിലും എല്ലാം ഭയങ്കര ടേസ്റ്റി ആണ്. താങ്ക് യു. Thanks for Kapai TV also giving us this opportunity. Thank you very much. ഫുഡ് ടു സീയിൽ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ക്രിസ്മസ് സീസൺ തുടരുകയാണ്. വളരെ മനോഹരമായൊരു വെയിറ്റിൽ നിന്നൊരു ക്രിസ്മസ് എപ്പിസോഡ് നമുക്ക് ചെയ്യാൻ പറ്റി. ഫുഡ് ടു സീ യു.